ചൂടായതുകൊണ്ട് 2 നേരം കുളിച്ചാലും മതിയാവാത്ത സ്ഥിതിയാണിപ്പോൾ. വൈകുന്നേരത്തെ കുടിയെല്ലാം കഴിഞ്ഞ് ഇന്ന് എന്താ രാത്രിയിലേക്ക് ഉണ്ടാക്കേണ്ടതെന്ന് ചിന്തിച്ച് നിൽക്കുമായിരുന്നു. അതിനിടയിൽ കൂടെ വന്ന് എൻ്റെ ഇളയാൾ ബഹളം വെച്ചുകൊണ്ടിരിപ്പുണ്ട്. എന്നാൽ കുറച്ച് കരിയൊക്കെ എഴുതി ഒന്ന് സുന്ദരിയായിട്ട് അടുക്കളയിൽ കയറാൻ കരുതി. ഇങ്ങനെ ഒന്ന് കരി എഴുതാൻ തുടങ്ങുമ്പോഴേക്കും പുറകിൽ നിന്ന് വിളി വരും, എനിക്കും കരി എഴുതണം, എനിക്കും കരി എഴുതണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സന്ധ്യ ആയപ്പോൾ കർട്ടനൊക്കെ വലിച്ച് നീക്കിയിട്ട് പണിയിലേക്ക് നടക്കാമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ഓൺലൈൻ വഴി കുറച്ച് ഇളയാൾക്ക് കുറച്ച് ഉടുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് വന്നത്. പിന്നെ അത് കാണാനായി 2 പേരുടെയും വ്യഗ്രത. കുറച്ച് നേരം മുറ്റത്തൊക്കെ ഇറങ്ങി നിന്നപ്പോഴായിരുന്നു ഈ പുള്ളിക്കാരൻ വന്നതേ, കുറച്ച് ഓൺലൈൻ വഴി എടുത്ത തുണികളെയും കൊണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ അമ്മയെ ഞങ്ങൾക്ക് ആ തുണികളൊക്കെ കാണണമെന്നും പറഞ്ഞ് 2 ആളും വാശി പിടിക്കാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ പിറകെ നിൽക്കാമെന്ന് കരുതി തിരിച്ചു വന്നിരുന്ന് അതൊക്കെ ഒന്ന് തുറന്ന് 2 പേരെ ഇട്ട് കാണിക്കാനൊക്കെ തുടങ്ങി. ഓരോരുത്തർക്കും എന്താണ് അതിനുള്ളിലെന്ന് അറിയാനുള്ള വ്യഗ്രതയാണ്. ഓരോ പൊതിയെടുത്ത് ഓരോരുത്തരും അഴിച്ചു പറക്കി നോക്കാൻ തുടങ്ങി. എന്നെ ഒന്ന് വെച്ച് നോക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അമ്മ ഇതെനിക്കിടണം, അമ്മ ഇതിടണം എന്ന് പറഞ്ഞ് വാശി തുടങ്ങി. ഓ ചേട്ടച്ചാര് അനിയത്തിക്ക് ചേരുന്നുണ്ടോ എന്നൊക്കെ വെച്ച് നോക്കുക. നീ ഇതിടറി എന്നൊക്കെ പറഞ്ഞ് ഓരോ ഉപദേശമൊക്കെ ഇടയിൽ കൂടെ കൊടുക്കുന്നുണ്ട്. അയാൾക്ക് ഇഷ്ടപ്പെട്ടതേ അയാൾ ഇടത്തുള്ളൂ. എല്ലാ തുണിയും മാറി മാറി വലിച്ചൊക്കെ ഇടുന്നുണ്ട്. എന്തായാലും തരക്കേടില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. കുഞ്ഞുങ്ങളല്ലേ, ചൂട് സമയം എത്ര ഡ്രസ്സ് ഒരു ദിവസം വേണ്ടി വരുന്നെന്ന് പറയാൻ പറ്റുന്നില്ല. അത്രയ്ക്കാണ്. പിന്നെ അടങ്ങിയിരിക്കുന്നവരുമല്ല, ചാടി ഓടി ചാടി നടക്കുന്നവരാണ്. അപ്പോൾ എപ്പോഴും വേർത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഡ്രസ്സ് പെട്ടെന്ന് ചീത്തയാവുകയും ചെയ്യും. പിന്നെ രാത്രിയിലേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങാറായി. അവസാനം ഒരു തീരുമാനത്തിലെത്തി. കുറച്ച് ചപ്പാത്തിയും ഡാൽ കറിയും ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ഡാൽ കറി വയ്ക്കാൻ പാത്രമൊക്കെ അന്വേഷിച്ച് നടക്കുക. പെട്ടെന്നൊന്നും കിട്ടത്തില്ലല്ലോ, ഏത് പാത്രത്തിലെടുത്ത് കഴുകിയിടും എന്ന ആലോചനയിലാണ്. പിന്നെ തട്ടിക്കൂട്ടി ഒരു പാത്രം കിട്ടി. അതിൽ കഴുകി പറക്കി അങ്ങ് വേവിക്കാമെന്ന് കരുതി. നമ്മളെപ്പോഴും നേരത്തെ കൂട്ടി ചിന്തിച്ച് വെച്ചാലും സമയമാകുമ്പോഴത്തേക്കും കുറേയൊക്കെ കുളമാവും. എന്നാലും ചെയ്തുകൊണ്ടേ ഇരിക്കണമല്ലോ. പിന്നെ ഡാൽ കറിക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പെല്ലാം കഴുകി അടുപ്പിലോട്ട് വയ്ക്കലായി. കഴുകി വൃത്തിയാക്കിയ ഡാലിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിക്കാനായിട്ട് വെച്ചു. പാചകമൊക്കെ എങ്ങനെയാണ് പഠിച്ചത് എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, താങ്ങാൻ ആളില്ലാതെ വരുമ്പോഴേക്കും നമ്മളൊക്കെ താനേ എല്ലാം പഠിച്ചോളുമല്ലോ. അങ്ങനെ പഠിച്ചു. എപ്പോഴും വയ്യായ്മ പറഞ്ഞിരിക്കുന്നവരോടും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞിരിക്കുന്നവരുമൊക്കെ ഒറ്റയ്ക്കൊരു ദിവസം ആയിപ്പോയി കഴിഞ്ഞാൽ എല്ലാം താനേ പഠിക്കും. പിന്നെ സഹായിക്കാൻ ആളില്ലാതെ വരുമ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ഇത്രയൊക്കെ പഠിച്ചിട്ടും വീട്ടുജോലിയൊക്കെ ചെയ്ത് വീട്ടിലിരിപ്പാണല്ലോ എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, വീട്ടുജോലി ചെയ്യാതിരുന്നതുകൊണ്ടും വീട്ടുജോലി ചെയ്തതുകൊണ്ടും നമ്മൾ പഠിക്കാതെ ഇരുന്നിട്ടില്ല, പഠിച്ചതൊന്നും മറന്നിട്ടുമില്ല. അതിനുള്ളൊരു അവസരം വരുമ്പോഴത്തേക്കും അതിനും പോവാം. വീട്ടുജോലികളൊക്കെ പുച്ഛമായിട്ട് കാണുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലെങ്കിലും ആരുടെയും സഹായമില്ലാതെ, വീട്ടിലെ അമ്മമാരുടെയും സഹോദരങ്ങളുടെയും മറ്റ് വീട്ടിലെ വേലയ്ക്ക് നിൽക്കുന്നവരുടെയും ഒന്നും സഹായമില്ലാതെ തനിയൊരു വീട്ടിലെ ചുമതലകളെല്ലാം ചെയ്തു നോക്കണം. അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ എന്തെല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ വീട്ടുജോലിക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലാവണമെന്നില്ല. എന്തെല്ലാം പഠിച്ചിട്ടും വീട്ടുജോലി ചെയ്ത് നിൽക്കാനാണല്ലോ നിൻ്റെയൊക്കെ വിധി എന്ന് പറയുന്നവരോട് നമ്മുടെ കടമകളൊക്കെ കളഞ്ഞിട്ട് പുറത്തു പോയി ജോലി ചെയ്യുകയും മക്കളെയൊക്കെ നോക്കാതിരിക്കുകയും ചെയ്യുന്നതിലൂടെ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം നമ്മുടെ മക്കളെ നമ്മളോളം നോക്കാൻ മറ്റാർക്കും കഴിയത്തില്ല. ആരൊക്കെ നോക്കാമെന്ന് പറഞ്ഞാലും അത് നമ്മൾ നോക്കുന്ന കണക്കാവത്തില്ല.